നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇത്തരം ക്രൂരമായ ശിക്ഷ അനുഭവിക്കേണ്ട തെറ്റൊന്നും എന്റെ മോള് ചെയ്തിട്ടില്ല. ഇത് കണ്ടു നിൽക്കാനൊന്നും എന്നെ കൊണ്ടാവില്ല. എനിക്കെന്ത് സംഭവിച്ചാലും എനിക്കൊന്നുമില്ല. പക്ഷേ എന്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ, എന്നെ ആരെങ്കിലും വേദനിപ്പിച്ച, ഞാൻ ഒരു വിട്ടുവീഴ്ചയും കാണിക്കില്ല. നിന്നെ വേദനിപ്പിക്കുന്നവരെ ഞാൻ വെറുതെ വിടുകയില്ല. എന്റെ മോൾക്ക് വലിയൊരു ഭാവിയുണ്ട്. അത് നശിപ്പിക്കാൻ ഞാൻ അനുവദിക്കില്ല. അറിഞ്ഞോ അറിയാതെയോ മൈഥിലിയുടെ ഒളിച്ചോട്ടത്തിന് ഞാനും ഒരു കാരണക്കാരിയായിപ്പോയി. ആ കുറ്റബോധമാ എന്നെ ഇവിടെ ഈ ACPയുടെ ഭാര്യയായിട്ട് നിലനിർത്തുന്നത്. അവള് മറ്റൊരുത്തിന്റെ കൂടെ ഒളിച്ചോടിയതിന് നിനക്കെന്ത് ചെയ്യാൻ പറ്റും? നീ എന്ത് തെറ്റ് ചെയ്തു? വൈശാഖം മൈഥിലിയും തമ്മിലുണ്ടായിരുന്ന പ്രണയത്തിന് നീ കാരണക്കാരിയാണോ? അവരുടെ പ്രേമത്തിന്റെ മീഡിയേറ്റർ നീ ആയിരുന്നോ? അല്ലല്ലോ. അവരെ നീ പ്രോത്സാഹിപ്പിച്ചോ? ആ വൈശാഖ് എന്നെ പറ്റിക്കുകയായിരുന്നു. മൈഥിലി അവനും തമ്മില് ഇങ്ങനെ ഒരു ബന്ധമുണ്ടെന്ന് ഒരിക്കലും ഞാൻ അറിഞ്ഞിരുന്നില്ല. സംശയം തോന്നിയതാ. അന്നേരമൊക്കെ ഞാൻ അമ്മയോട് പറഞ്ഞിരുന്നു. പക്ഷെ അമ്മയ്ക്കത് വിശ്വസിക്കാൻ പറ്റിയില്ല. എന്റെ മോള് നിരപരാധിയ. ഇത്തരമൊരു ശിക്ഷാവധി നിന്റെ തലയിലേക്ക് അടിച്ചേൽപ്പിച്ചത് കാർത്തിയുടെ ധിക്കാരവും അതിലുപരി അവന്റെ എസ്കേപ്പിസവും ആണ്. കാർത്തിക്ക് കല്യാണം കഴിച്ചിട്ട് എന്റെ അറിവ് ശരിയാണെങ്കിൽ 1 വർഷത്തിന് മേലെയായി. ആ കാലം മുതൽ മാലതിയുടെ ആങ്ങൾ എന്നുള്ള പരിഗണനയിൽ ഈ വൈശാഖും ഇവിടെ കയറിക്കൂടി. ഭാര്യയ്ക്കൊരു അവിഹിത ബന്ധമുണ്ടെന്നുള്ള കാര്യം 1 കൊല്ലമായിട്ട് ഇവൻ എന്താ കണ്ടുപിടിക്കാതിരുന്നത്? ഭാര്യയുടെ മനസ്സ് മറ്റൊരുത്തന്റെ പുറകെയാണെന്ന് ഇവൻ എന്തുകൊണ്ട് മനസ്സിലാക്കിയില്ല? ഇവൻ വലിയ പോലീസ് ഓഫീസറല്ലേ, വലിയ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന മഹാനല്ലേ. എന്തുകൊണ്ട് ഇവന് ഭാര്യ ചെയ്യുന്ന കുറ്റം കണ്ടെത്താൻ കഴിഞ്ഞില്ല? ഭാര്യയെ അമിതമായിട്ട് വിശ്വസിച്ചവൻ പമ്പര വിഡ്ഢിയ, ഒരു മരമണ്ടൻ. മാത്രമല്ല, ഭാര്യ മറ്റൊരുത്തിന്റെ കൂടെ ഒളിച്ചോടിയെങ്കിൽ അതൊരു പരിധിവരെ ഭർത്താവിന്റെ കഴിവുകേട് തന്നെയാണ്. പിടിപ്പ് കെട്ടവനെന്നും കഴിവ് കെട്ടവനെന്നൊക്കെ സമൂഹം ഇവനെ മുദ്ര കുത്തും. കല്യാണത്തിന് മുമ്പ് അവൾ മറ്റൊരാളെ പ്രണയിച്ചിരുന്നെങ്കിൽ കല്യാണത്തിന് ശേഷം അവളെ തന്റെ ഹൃദയത്തിന്റെ ഭാഗമാക്കണമായിരുന്നു. അതിലുപരി അവളുടെ ഹൃദയത്തിൽ നിന്നും ഒരിക്കലും ഇളക്കി പ്രതിഷ്ഠിക്കാൻ പറ്റാത്തൊരു വിഗ്രഹമായിട്ട് ഭർത്താവ് മാറണമായിരുന്നു. അതൊക്കെയാണ് ദാമ്പത്യ ബന്ധം. ഇതിനൊന്നും കഴിയാത്തത് കാർത്തിയുടെ കഴിവുകേട്. ഈ കഴിവുകേട് മറച്ചു വയ്ക്കാനാ അവൻ എല്ലാ ശിക്ഷകളും കൂടി എന്റെ മോളുടെ മേൽ കെട്ടിവെച്ചത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.